എന്താണ് മഞ്ജു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴി എന്നുള്ളതാണ്. അതായത് 12/2/2012 ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്നാണ് ദിലീപിന്റെ ഒരു പഴയ ഫോണിൽ, ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല, ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ്, ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത്. അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു. അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത്. തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും, കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ്. ഒരിക്കലും ഇത്തരം ഒരു ബന്ധം തന്റെ ഭർത്താവുമായി കാവ്യക്കുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട്. തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ്. പക്ഷെ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് മഞ്ജുവിനുണ്ടായിരുന്നു. കാവ്യ മാധവനുമായി സംസാരിക്കുന്നു. പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് കാവ്യയുടെ അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാവ്യയുടെ അമ്മയെ വിളിക്കുമ്പോൾ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവെച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അന്ന് നമുക്കറിയാം കാവ്യ മാധവന്റെ വിവാഹം 2009 കഴിഞ്ഞത്. ഈ 2009 മുതൽ കാവ്യ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അന്ന് കാവ്യ വീട്ടിലുണ്ട്. ആ സമയത്ത് മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ വീട്ടിലുണ്ട്. അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും കാവ്യയുമായുള്ള ബന്ധം ഉണ്ട് എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട്. തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു വിഷമം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ്. അത് കാവ്യയുടെ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് PW1, അതായത് നടിക്കും PW1 ആയി പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ്. ഒപ്പം PW36 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 36 എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം അറിയാമെന്ന് കാവ്യയുടെ അമ്മ മഞ്ജുവിനോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. തുടർന്ന് മഞ്ജു തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ഗീതു മോഹൻദാസ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് 35 സംയുക്ത വർമ്മ 15. അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തൻ്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു. അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ്. തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ്. 4/2/2012 ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് PW1 അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ്. തനിക്ക് ഈ ബന്ധം അറിയാമെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു. പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട്. ഇതിൽ പിതാവിൻ്റെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ, തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരോടും ഗീതു മോഹൻദാസിനോടും ഒപ്പം സംയുക്ത വർമ്മയോടും പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് വീട്ടിലെത്തുന്ന ഇതിന് ശേഷം മഞ്ജുവിൻ്റെ ഈ വൈകുന്നേരം വരെ സംയുക്ത വർമ്മയുടെ വീട്ടിൽ ചിലവഴിച്ചു. പിന്നീട് സംയുക്തയുടെ വീട്ടിൽ നിന്ന് മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ്. ഇക്കാര്യങ്ങൾ കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ്. കാവ്യയുടെ അമ്മയോട് പങ്കുവെച്ചപ്പോൾ അമ്മ പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി, താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ. എന്നിട്ട് കാവ്യ തിരിച്ച് തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ്. അതായത് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഒരുക്കി. പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിൻ്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി. അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് തെളിവടക്കം മുന്നോട്ട് വെച്ച് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. അതിന് 2 ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതും ഈ മൊഴിയിൽ മഞ്ജു വാര്യർ പറയുന്നുണ്ട്. ഈ മഞ്ജു വാര്യർ പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം ദിലീപിനോട് ചോദിച്ചു. അപ്പോൾ തന്നെ ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നു എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത്. മഞ്ജു ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല, കാവ്യ ഒരു പൊട്ടി, അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡിഷ് കുട്ടിയാണ്. അതായത് ഒരു സ്വഭാവമൊക്കെയുള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ്. അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് ഈ ഇരയാക്കപ്പെട്ട നടിയുമായുള്ള
കാവ്യയുടെ അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ സംസാരം ദിലീപ് അറിയുകയും ഇക്കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ മഞ്ജു ഈ ബന്ധം അറിയാൻ കാരണമായി, അതായത് മഞ്ജു പറയുന്നുണ്ട് താൻ നടിയുമായി ബന്ധപ്പെട്ടല്ല ഈ വിവരം ആദ്യം അറിയുന്നത്, തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ഈ നടി പറഞ്ഞിട്ടാണ്, ഇരയാക്കപ്പെട്ട അതിജീവിത പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത്. അത് ദിലീപിന് ഒരു വലിയ വൈരാഗ്യമായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും മഞ്ജു പറയുന്നുണ്ട്. അങ്ങനെ വിവാഹമോചനം നടത്തുന്നതും മറ്റും പിന്നീട് വിവാഹമോചനത്തിലെ കാര്യങ്ങൾ പോവുകയാണ്, അതൊക്കെ ചരിത്രമാണ്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ബന്ധങ്ങളൊന്നും ശരിയാകുന്നില്ല, കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു, ദിലീപുമായുള്ള ബന്ധം തുടരുന്നു, അത് പിന്നീട് ഇവർ മഞ്ജുവായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിദാനമായി മാറുന്നു. പിന്നീട് ദിലീപ് മഞ്ജുവും തമ്മിലുള്ള വിവാഹമോചനം നടക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടാകുന്നു. പിന്നീടാണ് ഈ വിഷയം സങ്കീർണമാകുന്നതും